ആരാണ് കാർബോണി? ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊരു സൈബർ ക്രിമിനൽ സംഘത്തിന്റെ പേരാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 100-ലധികം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് $1 ബില്യൺ ഏകദേശം 8500 കോടി രൂപയിലധികം മോഷ്ടിച്ച കൊള്ളസംഘം. കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളക്കാർ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ കാർബോണിക്കിന്റെ കഥയെ പറ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഞെക്കി പിടിച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. വർഷം 2014, റഷ്യ. സമയം പാതിരാത്രിയോടടുക്കുന്നു. കാസ്പെർസ്കി ലാബ്സ് എന്ന വമ്പൻ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ആന്റിവൈറസ് സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന് തനിക്ക് അജ്ഞാതമായ ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ വരികയാണ്. വിളിക്കുന്ന ആൾ അന്യായ ടെൻഷനിലാണ്. റഷ്യയിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നിലെ ജീവനക്കാരനായിരുന്നു ആ ഫോണിൽ വിളിച്ചത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഫോണിലൂടെ പറയാൻ പോലും അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒരുപക്ഷെ തൻ്റെ ഫോൺ ടാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, ഇമെയിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് എത്രയും വേഗം നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നു. തങ്ങളുടെ ബാങ്കിൻ്റെ ഡൊമൈൻ കൺട്രോളർ ചൈനയിലെ ഏതോ അജ്ഞാത സെർവറിലേക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റ അയക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അയാൾ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന സ്ഥാപനത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് ആ അർദ്ധരാത്രിയിൽ ഫോൺ ചെയ്തത്. മിക്കവർക്കും അറിയുന്നത് പോലെ ഏതൊരു ബിസിനസ്സിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടർ സെർവറാണ് ഡൊമൈൻ കൺട്രോളർ. ഒരാൾക്ക് ഒരു ഡൊമൈൻ കൺട്രോളർ ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ആ നെറ്റ്വർക്കിലെ മറ്റെല്ലാത്തിലും നിയന്ത്രണം ഉണ്ടാക്കാനും സാധിക്കും. അതിനർത്ഥം ഈ സെർവറിൻ്റെ ആധിപത്യം കയ്യിൽ കിട്ടുന്നവർക്ക് നിസ്സാരമായി കസ്റ്റമർ ഡാറ്റ നോക്കുന്നത് മുതൽ അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ ചേർക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഷിഫ്റ്റ് വഴി ദശലക്ഷക്കണക്കിന് ഡോളർ അയക്കുന്നതിനും എന്നുവേണ്ട ബാങ്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ആർക്കും അറിയാത്ത, ആരും അറിയാൻ പാടില്ലാത്ത അതീവ രഹസ്യങ്ങളാണ് ഈ സെർവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് ആക്സസ് ചെയ്യുന്നതിലൂടെ ആ സ്ഥാപനത്തെയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെയും വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടാൻ അതിലൂടെ സാധിക്കും. കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ള ഒരു ബാങ്കിൻ്റെ ഡൊമൈൻ കൺട്രോളർ ആരോ ഹാക്ക് ചെയ്തത് കാസ്പെർസ്കി ജീവനക്കാരെ അത്ഭുതപ്പെടുത്തി. ഉടൻ തന്നെ അവർ കർമ്മനിരതരായി. ബാങ്കിംഗ് നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോണുകളും കമ്പ്യൂട്ടറുകളും അടക്കം എല്ലാ IT ഉപകരണങ്ങളും അവർ വിശകലനം ചെയ്തു. എന്നാൽ ആദ്യം അവർക്ക് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ചില കമ്പ്യൂട്ടറുകളിൽ സ്ക്രീൻ ഷെയറിംഗ് സോഫ്റ്റ്വെയറായ VNC ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവരെ സംശയത്തിലാക്കി. അത്തരം സോഫ്റ്റ്വെയറുകൾ ബാങ്കോ ബാങ്ക് ജീവനക്കാരോ ബാങ്കിൻ്റെ IT ടീമോ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്ന് കൂടുതൽ അന്വേഷണത്തിൽ അവർ കണ്ടെത്തി. VNC അഥവാ വെർച്വൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് എന്നത് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണിനെ മറ്റൊരു സ്ഥലത്ത് നിന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ്. എനിഡെസ്ക്, ടീം വ്യൂവർ, റിയൽ VNC, അൾട്രാ VNC പോലുള്ള പല സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ കമ്പ്യൂട്ടർ എപ്പോഴെങ്കിലും പണിമുടക്കിയപ്പോൾ മറ്റേതോ സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു IT എഞ്ചിനീയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഇത്തരം സോഫ്റ്റ്വെയർ വഴി കണക്ട് ചെയ്തുകൊണ്ട് ശരിയാക്കി തന്നിട്ടും ഉണ്ടാവാം. എന്തായാലും ബാങ്ക് ജീവനക്കാരുടെ മേൽ ആരോ ചാരപ്പണി ചെയ്യുന്നുണ്ടെന്ന് ഒരു കാസ്പെർസ്കി ജീവനക്കാരന് സംശയമായി. തൻ്റെ സംശയം തെളിയിക്കാനായി അദ്ദേഹം കമ്പ്യൂട്ടറുകളിലൊന്നിൽ ഒരു ബ്ലാങ്ക് വേർഡ് ഫയൽ തുറന്നു. എന്നിട്ട് അതിലേക്ക് ഹലോ എന്ന് എഴുതി. തുടർന്ന് അദ്ദേഹം കാത്തിരുന്നു. അപ്പുറത്താരോ ഇത് കാണുന്നുണ്ട്, അവർ പ്രതികരിക്കും എന്ന് ഒരു സംശയം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷവും ഒന്നും തന്നെ സംഭവിച്ചില്ല. അവസാനം ആ ബ്ലാങ്ക് ഫയൽ ക്ലോസ് ചെയ്യാനൊരുങ്ങവേ കമ്പ്യൂട്ടർ പെട്ടെന്ന് സ്വന്തമായി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഹലോ, യു വാണ്ട് ടു ക്യാച്ച് അസ് എന്നായിരുന്നു മറുപടി. ആ ഒറ്റ മറുപടിയോടുകൂടി രംഗത്തിന് ചൂടുപിടിച്ചു. നിഗൂഢമായ ആ ഹാക്കറിനെ പിടികൂടാനായി തങ്ങളാൽ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളുമായി ജീവനക്കാർ പണി തുടങ്ങി. ഡൊമൈൻ കൺട്രോളർ പോലെ പ്രധാനപ്പെട്ട ഒന്നുമേൽ നിയന്ത്രണം നേടിയത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് അവർ ആദ്യം ശ്രമിച്ചത്. തുടർന്ന് ഒരു ബാങ്ക് ജീവനക്കാരന് ഒരു ഇമെയിൽ ലഭിച്ചതായി അവർ കണ്ടെത്തി. ബാങ്കിൻ്റെ ഒരു കസ്റ്റമർ അയച്ച പോലത്തെ ഒരു മെയിൽ ആയിരുന്നു അത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ മെയിൽ പൂർണ്ണമായും വ്യാജമായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് ഈ ഇമെയിൽ തന്നെയാണ്. ഹാക്കർമാർ ഈ ഇമെയിൽ ഒരു മാൽവെയർ അടങ്ങിയ വേർഡ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തിരുന്നു. ബാങ്കിൻ്റെ ഏതെങ്കിലും ജീവനക്കാർ ഈ മാൽവെയർ ബാധിച്ച ഡോക്യുമെൻ്റ് തുറന്നാൽ അതോടെ അത് സ്വയം സജീവമാവുകയും കമ്പ്യൂട്ടറിൽ ഒരു VNC ബാക്ക്ഡോർ സ്ഥാപിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ യഥാർത്ഥ ആളുകളെയോ ബിസിനസ്സുകാരെയോ അനുകരിക്കുന്ന ഇമെയിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഹാക്കർമാർ കഴിയുന്നത്ര വിശ്വസനീയത ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇത്തരം ഇമെയിലുകളിൽ സാധാരണയായി ഒരു വൈറസ് ബാധയുള്ള ഫയൽ ഘടിപ്പിച്ചിരിക്കും. അതൊരു വേർഡ് ഡോക്യുമെൻറ്റോ എക്സൽ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു പവർ പോയിൻ്റ് ഡോക്യുമെൻറ്റോ എന്നിങ്ങനെ എന്തുമാകാം.
ചിലപ്പോൾ ചിത്രങ്ങളോ വീഡിയോ ഫയലുകളോ ഒക്കെ ആവാം. ഒരിക്കൽ ഈ വൈറസ് കമ്പ്യൂട്ടറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതോടെ ഹാക്കർമാർക്ക് വിദൂരതയിലിരുന്നു കൊണ്ട് സിസ്റ്റം നിയന്ത്രിക്കാൻ സാധിക്കും. ആക്രമികൾക്ക് പിന്നീട് ഈ വൈറസ് ബാധിച്ച PC ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ബാക്ക് മെഷീനുകളും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ കമ്പ്യൂട്ടർ തിരിയുന്നതിനും അത് വെരിഫൈ ചെയ്ത് മാറ്റുന്നതിനും കൂടി അവർക്ക് സാധിക്കുന്നു. ഇവിടെയാണ് ആക്രമണത്തിൻ്റെ രണ്ടാം ഘട്ടം ഉടലെടുക്കുന്നത്. സാധ്യമായ ബാക്ക്ഗ്രൗണ്ട് പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവർ അഡ്മിൻ്റെ സിസ്റ്റത്തിൻ്റെ വേഗത സ്ലോ ആക്കുന്നു. സ്ലോ ആയ സിസ്റ്റം ശരിയാക്കാനായി ബാങ്ക് ജീവനക്കാരിൽ ഒരാൾ ഒടുവിൽ IT സപ്പോർട്ടുമായി ബന്ധപ്പെടും. IT സപ്പോർട്ട് വരുമ്പോൾ അവർ അഡ്മിൻ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കമ്പ്യൂട്ടറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പ്രോഗ്രാമുകൾ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പണി കഴിഞ്ഞു, പ്രശ്നം സോൾവ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ബാങ്കിൻ്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും അടിയറവ് വയ്ക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. സ്ലോ ആയിരുന്ന ഈ PC-യിൽ നിന്ന് ഹാക്കർമാർ ഒളിപ്പിച്ചു വച്ചിരുന്ന കീലോഗർ പ്രോഗ്രാം വഴി കീബോർഡിൽ ടൈപ്പ് ചെയ്ത അഡ്മിൻ്റെ IDയും പാസ്വേഡൊക്കെ ഹാക്കർമാർക്ക് ലഭ്യമാകുന്ന ഒരു പ്രത്യേകതരം പദ്ധതി കൂടിയാണ് ഇത്. അഡ്മിൻ പാസ്വേഡ് നേടിയവർ അതോടെ അഡ്മിൻ IDയിലേക്ക് ലോഗിൻ ചെയ്യുകയും അക്കൗണ്ട്, ബാങ്കിൻ്റെ ശേഷിക്കുന്ന ശൃംഖല തുടങ്ങിയവ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനിയാണ് തട്ടിപ്പിൻ്റെ മൂന്നാം ഘട്ടം. ബാങ്ക് ജീവനക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവർ പിന്തുടരുന്ന പ്രോട്ടോക്കോളുകൾ എന്തൊക്കെയാണെന്നും അറിയുന്നതുവരെ മാസങ്ങളോളം ഹാക്കർമാർ ഓരോ ജീവനക്കാരെയും നിരീക്ഷിക്കും. ബാങ്ക് ജീവനക്കാർ പിന്തുടരുന്ന എല്ലാ പ്രോട്ടോക്കോളുകളും അറിയുന്നതോടെ കവർച്ച ആരംഭിക്കും. ഒന്നാമതായി അവർ ഉയർന്ന റാങ്കിങ്ങിലുള്ള ബാങ്കിങ് ജീവനക്കാരുടെ IDയിൽ നിന്ന് ലോഗിൻ ചെയ്യുകയും വൻതോതിൽ പണം സ്വിഫ്റ്റിംഗ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര ബാങ്കിങ് സംവിധാനം വഴി അയക്കുകയും ചെയ്യും. രണ്ടാമതായി അവർ ബാങ്കിൻ്റെ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ച് അത് വീണ്ടും ചൈനയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് അക്കൗണ്ടുകളിലേക്ക് അയച്ച് തുടർന്ന് ഈ അക്കൗണ്ടുകൾ മണി മ്യൂൾസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിലെ സഹായികൾ വഴി ATMൽ നിന്ന് കാലിയാക്കും. ഏതാണ്ട് ഹോളിവുഡ് സിനിമകളിലെ പോലെ ATMകളുടെ നെറ്റ്വർക്ക് നിയന്ത്രണം പൂർണ്ണമായും കൈകളിലാക്കും. ആവശ്യമുള്ളപ്പോഴെല്ലാം പണം പിൻവലിക്കും. ഇത്തരം ATMകൾ സാധാരണയായി ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവയായിരിക്കും. അതിലെ പിൻവലിക്കേണ്ട മാക്സിമം തുകയുടെ ലിമിറ്റ് എടുത്തു കളയും. എന്നിട്ട് സഹായികൾ ഇങ്ങനെ ബാഗ് നിറയുന്നതുവരെ അല്ലെങ്കിൽ ATMലെ പൈസ തീരുന്നതുവരെ പണം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. 10-100 രൂപ മാത്രം ബാലൻസ് ഉണ്ടായിരുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വന്നത് അയാൾ ബാങ്കിനും പോലീസിനും റിപ്പോർട്ട് ചെയ്തതുവഴി അതൊരു വാർത്തയാവുകയും ഹാക്കർമാർ എങ്ങനെയാണ് ബാങ്കിനെ നിയന്ത്രിക്കുന്നതെന്ന് വിദഗ്ധർക്ക് അതോടെ പൂർണ്ണമായും ധാരണ ലഭിക്കുകയും ചെയ്തു. ഈ വാർത്തയോടെ ഹാക്കർമാർ നിശബ്ദരായി. എന്നാൽ മോഷ്ടിച്ച $9 ലക്ഷം അവരെ നയിക്കുന്ന ഒരു സൂചനയും അപ്പോഴും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും സുരക്ഷാ കമ്പനികൾക്കും സാധിച്ചില്ല. ഒടുവിൽ അന്വേഷണം ഏതാണ്ട് നിലച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം കാസ്പെക്സ് ലാബിൻ്റെ CEO യുജിൻ സിംഗപ്പൂരിലെ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിൽ വെച്ച് കാർബോണിക് ഹാക്കർമാരുമായുള്ള തൻ്റെ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചു. അവിടെ വെച്ച് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയനിൻ്റെ നിയമനിർവഹണ ഏജൻസിയായ യൂറോപ്പോളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ചിലത് യൂറോപ്യൻ ബാങ്കുകൾക്ക് നേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇരു ഏജൻസികളും കാർബോണിക് ആക്രമണം നടന്ന ബാങ്കുകളുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. വിവിധ സൈബർ സുരക്ഷാ വിദഗ്ധരും മറ്റ് ഇൻ്റലിജൻസ് ഏജൻസികളിൽ നിന്നുള്ള വിദഗ്ധരും അവർക്കൊപ്പം ചേർന്നു. ഈ സംഘം പിന്നീട് JCAT എന്നറിയപ്പെട്ടു. സംയുക്ത സൈബർ ക്രൈം ആക്ഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. നിഗൂഢമായ കാർബോണിക് ഗ്രൂപ്പിനെ വേട്ടയാടുന്നതിന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കാനും പങ്കുവയ്ക്കാനും തുടങ്ങി. ഹാക്കർമാരെക്കുറിച്ച് ആദ്യം അവർക്ക് സൂചനകളൊന്നും ലഭിച്ചില്ല. കാസ്പെക്സ് ലാബ്സിലെ ജീവനക്കാരിൽ ഒരാൾ കാർബോണിക് കോഡിലെ ഒരു ബഗ്, ചെറിയ തെറ്റ് കണ്ടെത്തിയത് കേസിൽ വഴിത്തിരിവായി മാറി. അതായത് ഒരു നിർദ്ദിഷ്ട സന്ദേശം അയച്ചാൽ അവർക്ക് വളരെ കൃത്യമായൊരുത്തരം കാർബോണിക് സെർവറിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഒരു പ്രശ്നമുണ്ടായിരുന്നത് അവർ ഈ സന്ദേശം അയക്കേണ്ടത് കാർബോണിക് കമാൻഡ് ആൻഡ് കൺട്രോൾ സെർവറിലേക്കായിരുന്നു, അല്ലാതെ മറ്റൊരു സാധാരണ സെർവറിലേക്കായിരുന്നില്ല. എന്നാൽ ഈ കാർബോണിക് സെർവറിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വിലാസം ആർക്കും അറിയില്ലായിരുന്നു. ഇതിനർത്ഥം കാസ്പെക്സ് ടീം അവർ തിരയുന്ന ആ ഉത്തരം ലഭിക്കാനായി അക്ഷരാർത്ഥത്തിൽ ലോകത്തിലെ മുഴുവൻ ഇൻ്റർനെറ്റും സ്കാൻ ചെയ്യുകയും വെബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സെർവറുകളിലേക്കും അവരുടെ കമൻറ്റ് അയക്കുകയും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം അവർ ആഗ്രഹിച്ച ഉത്തരം അവർക്ക് ലഭിച്ചു. കാർബോണിക് കമാൻഡും കൺട്രോൾ സെർവറും അവരുടെ അഭ്യർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അതിൻ്റെ ഫലമായി വിദഗ്ധർക്ക് സെർവർ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചു. യൂറോപ്പിലെ ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചറുള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ കണക്റ്റഡ് രാജ്യവുമായ നെതർലാൻഡിലായിരുന്നു സെർവർ സ്ഥിതി ചെയ്തിരുന്നത്.
ഡച്ച് പോലീസ് പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘവുമായി കൈകോർക്കുകയും അന്വേഷണത്തിലേക്ക് വിദഗ്ധരെ ക്ഷണിക്കുകയും ചെയ്തു. ഈ കമാൻഡിൻ്റെയും കൺട്രോൾ സെർവറിൻ്റെയും വിശകലനം കാർബോണിക് ആക്രമണങ്ങളുടെ ഭയാനകമായ വ്യാപ്തി വെളിപ്പെടുത്തി. അവർ യൂറോപ്പിലെയും റഷ്യയിലെയും ബാങ്കുകളെ മാത്രമല്ല, ചൈന, ബംഗ്ലാദേശ്, ഇന്ത്യ എന്നീ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെയും ബാങ്കുകളെയും ലക്ഷ്യമിട്ടിരുന്നു. ആഫ്രിക്കയിലേക്കും അമേരിക്കയിലേക്കും പോലും അവരുടെ ശൃംഖല വ്യാപിച്ചിരുന്നു. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചു വന്നു. ആരും ശ്രദ്ധിക്കാതെ കാർബോണിക് ഗ്രൂപ്പ് 100 കണക്കിന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറി ഏകദേശം $800 ദശലക്ഷം മോഷ്ടിച്ചിരിക്കുന്നത്. കുറ്റവാളികൾക്കായി തിരച്ചിൽ നടത്തുന്ന മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളുമായി ജെകാറ്റ് സഹകരിച്ചു തുടങ്ങി. FBI, CIA എന്നീ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പുറമെ റൊമാനിയൻ, റഷ്യൻ സംഘടനകളും ഇതിൽ ഉൾപ്പെട്ടു. എന്നാൽ വിദഗ്ധർ കാർബോണിക് ഗ്രൂപ്പുമായി അടുത്തു തുടങ്ങിയപ്പോഴേക്കും അവർ പെട്ടെന്ന് അപ്രത്യക്ഷരായി. എന്നാൽ ഏതാനും മാസങ്ങൾ നിശബ്ദരായി നിന്നിട്ട് മടങ്ങിവന്ന ഹാക്കർമാർ അവരുടെ ഹാക്കിംഗ് കരിയറിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തു. തായ്വാൻ 2016. ഒളിവുകാലം അവസാനിപ്പിച്ച് മടങ്ങിവന്ന സൈബർ ക്രൈം ഗ്രൂപ്പ് പതിവ് പോലെ ബിസിനസ് ആരംഭിച്ചു. എന്നാൽ പണമിടപാടുകാരിൽ 2 പേർ അനുഭവപരിചയമില്ലാത്തവരായിരുന്നു. ഇത് കാർബോണിക് ഗ്രൂപ്പിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഹാക്ക് ചെയ്യപ്പെട്ട ഒരു ATMൽ നിന്ന് പണം വീണ്ടെടുക്കുന്നതിനിടയിൽ ഒരു പ്രാദേശിക തായ്വാൻ താമസക്കാരൻ പണമെടുക്കാനായി അവിടെ എത്തി. അയാൾ അടുത്തെത്തിയപ്പോൾ ആ 2 മണി മ്യൂളേഴ്സ് പരിഭ്രാന്തരായി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. അവർ അതിനിടയിൽ $60,000 ATMൽ വെച്ച് മറന്നു. 2 പേരുടെയും വിചിത്രമായ പെരുമാറ്റത്തിൽ ആശ്ചര്യപ്പെട്ട് കൂടാതെ ഒരു വലിയ തുക ഉപേക്ഷിച്ചു എന്നതുകൊണ്ടും ആ നാട്ടുകാരൻ പോലീസിനെ ഈ വിവരം അറിയിച്ചു. തായ്വാൻ പോലീസ് ATMലെ CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്നും പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലായി. അതോടെ അവർ അതിവേഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. കുറ്റവാളികൾ അത് അറിയുന്നതിന് മുമ്പ് തന്നെ സംഭവം വാർത്തകളിൽ നിറഞ്ഞു. വിവരമറിഞ്ഞ ആദ്യത്തെ ബാങ്ക് $70 മില്യൺ കൂടുതൽ നിയമവിരുദ്ധമായി പിൻവലിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. തായ്പോയ്, തായ്സോങ് എന്നിവിടങ്ങളിലെ 34 ATMകളിൽ നിന്നുമായിരുന്നു പണം പിൻവലിക്കപ്പെട്ടത്. 500-ലധികം ATMകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് ഒടുവിൽ 2 പേരുടെ വിലാസങ്ങൾ കണ്ടെത്തി. തായ്വാൻ പോലീസിന്റെ കഴിവും അവിശ്വസനീയമാംവിധമുള്ള പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളും പിന്നീട് സംഘത്തിലെ 22 പ്രതികളെ കൂടി തിരിച്ചറിയുന്നതിലേക്ക് നയിച്ചു. അവരിൽ ചിലർ റഷ്യക്കാരും ബാക്കിയുള്ളവരൊക്കെ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ളവരുമായിരുന്നു. ഇതോടെ കാർബോണിക് ഗ്രൂപ്പ് വലിയ കുഴപ്പത്തിലായി. എന്നാൽ 22-ൽ 19 പ്രതികളും ഇതിനകം തായ്വാനിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അതേസമയം അവർക്ക് വേണ്ടി പോലീസ് വല വിരിച്ചു. എന്നിരുന്നാലും ബാക്കി 3 പേർ ദശലക്ഷക്കണക്കിന് ഡോളറുമായി തായ്വാനിൽ തന്നെ അപ്പോഴും ഉണ്ടായിരുന്നു. അതിലൊരാൾ ആൻഡ്രിയാസ് പെർഗോഡോവ്സ് എന്നറിയപ്പെടുന്ന ലിത്വേനിയക്കാരനായിരുന്നു. ദേശീയ TVയിൽ സ്വന്തം മുഖം കണ്ട അയാൾ ഹാക്കർമാരുടെ കയ്യിലുള്ള പണം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തായ്പോയിലെ ഡോങ്ഹു പാർക്കിനടുത്തുള്ള ഒരു പർവ്വത പ്രദേശത്ത് പോയി 2 ബാഗുകൾ നിറയെയുള്ള പണം അവിടെ ഒളിപ്പിച്ച് ഇയാൻ പ്രവിശ്യയിലേക്ക് അയാൾ യാത്ര തുടങ്ങി. എന്നാൽ സംഘത്തിലെ മറ്റ് 2 അംഗങ്ങളും തായ്പോയിൽ തന്നെയായിരുന്നു. മോഷ്ടിച്ച പണത്തിൻ്റെ ഒരു ഭാഗം തായ്പോയ് റെയിൽവേ സ്റ്റേഷനിലെ ലഗേജ് ലോക്കറിൽ സൂക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. പിന്നീട് കിഴക്കൻ യൂറോപ്പിൽ നിന്ന് വന്ന 2 പേർ ആ ലഗേജുകളെടുത്ത് കൂളായി ഹോട്ടലിലേക്ക് പോയി. തായ്വാനീസ് CCTV ക്യാമറ നെറ്റ്വർക്ക് വഴി 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഹോട്ടലിലെത്തി ലഗേജ് മുറിയിൽ വെച്ച ശേഷം അവർ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോയി. ഇവിടെയാണ് പോലീസ് ഒടുവിൽ നടപടിയെടുക്കുകയും തികച്ചും ശാസ്ത്രീയമായി ഏകോപിപ്പിച്ച ഓപ്പറേഷനിലൂടെ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതേ ദിവസം തന്നെ ആൻഡ്രിയാസ് പെർഗോഡോവിനെ പോലീസ് പിടികൂടി. ഒടുവിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് തായ്വാൻ പോലീസ് ചെയ്തു. പിടിക്കപ്പെട്ടവർ കാർബോണിക് ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ നേതാക്കളെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത സഹായികൾ മാത്രമായിരുന്നു. കാർബോണിക് കേസിലെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തായ്വാൻ അധികാരികൾക്ക് സാധിച്ചത് അവരുടെ നേട്ടമായിരുന്നു. ഇവിടെ നിന്നാണ് സംഘത്തിലെ നേതാക്കൾക്ക് വേണ്ടിയുള്ള വേട്ട തുടങ്ങുന്നത്. സ്പെയിൻ 2018. സ്പെയിനിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു ക്രിമിനൽ സംഘടനയെക്കുറിച്ച് സ്പാനിഷ് അധികാരികൾ അന്വേഷിക്കുകയായിരുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടെ സ്പാനിഷ് പോലീസ് വെളുപ്പിക്കപ്പെടുന്ന പണം ആരാണ് കൈമാറുന്നതെന്നും ഇവരുടെ ഇടപാടുകാർ ആരൊക്കെയാണെന്നും കണ്ടെത്തി. ഡെന്നിസ് കെ എന്നറിയപ്പെടുന്ന ഒരു ഉക്രൈനിയൻ കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവാളികളിൽ മുഖ്യൻ. ഈ മനുഷ്യനെ വിശദമായി പരിശോധിച്ചതോടെ റഷ്യൻ, മോൾഡോവൻ മാഫിയകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും അവർക്കായി നിരവധി സൈബർ ആക്രമണങ്ങൾ ഇയാൾ ഏകോപിപ്പിച്ചിട്ടുണ്ടെന്നും വെളിപ്പെട്ടു. അവർ 2013 മുതൽ സഹകരിച്ചു വരികയായിരുന്നുവെന്നും മാഫിയ ഡെന്നിസിന്റെ സഹായത്തിനായി മണി മ്യൂളേഴ്സിനെ നൽകിയപ്പോൾ അയാൾ തന്റെ വരുമാനത്തിന് 40% മാഫിയയ്ക്കായി നൽകിയിരുന്നു. ഡെന്നിസിനെയും സംഘത്തിലെ മറ്റ് 3 അംഗങ്ങളെയും
2018 തുറമുഖ നഗരമായ അലിക്കേനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഇവരുടെ വാസസ്ഥലങ്ങൾ പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ ആഭരണങ്ങൾ നിറച്ച പെട്ടികൾ, 2 BMW, മോഷ്ടിച്ച പൈസ ഡിജിറ്റൽ കറൻസിയാക്കി സൂക്ഷിച്ച വിധത്തിൽ 15,000 ബിറ്റ്കോയിനുകൾ എന്നിവ കണ്ടെത്തി. പക്ഷേ ബാക്കിയുള്ള $1 ബില്യൺ ഒരിക്കലും കണ്ടെത്താനായി സാധിച്ചില്ല. ഡെന്നിസ് ഗ്രൂപ്പിന്റെ തലവനായിരുന്നുവെന്ന് കരുതുന്നുവെങ്കിലും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കാസ്പെർസ്കി ലാബുകൾ വിശ്വസിക്കുന്നു. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് പണം ഇപ്പോഴും മോഷ്ടിക്കപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഇന്ന് FIN7, ജോക്കർ സ്റ്റാഷ്, കൊബാൾട്ട് സ്പൈഡർ തുടങ്ങിയ പല പേരുകളിലും സജീവമാണ്. മറ്റൊരു കിടിലൻ കണ്ടന്റുമായിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഇസ് നൈറ്റ് ഓഫ് മിസ്റ്ററി സൈനിങ് ഔട്ട്.